ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. സൂര്യ, ഭാവന ഇന്നലെ ഭാനുവിന്റെ മുറിയിലാണ് കിടന്നത്. ഇതുവരെ എഴുന്നേറ്റില്ലേ? ഭാവന മുറ്റത്തേക്ക് ഇറങ്ങുന്ന കണ്ട സൂര്യ. കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. ചിലപ്പോ ആരെങ്കിലും വിളിക്കാനാവും. ഭാവനയ്ക്ക് ചായ ഞാൻ കൊടുക്കാം. അവക്കിപ്പോ വേണ്ടാന്ന് പറഞ്ഞു സൂര്യ. ഇത് സേതുവേട്ടനുള്ളതാ. ഓ ഓക്കെ മൈസി. സൂര്യ, എന്താ മൈസി? ഭാനു ഇങ്ങനെ മുറിയിൽ തന്നെ ഇരുന്നപ്പോ ഞാനും സംശയിച്ചു. ഇന്നലെ സേതുവേട്ടൻ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാ എന്റെ സംശയം മാറിയത്. ആർക്കായാലും സംശയം തോന്നും മൈസി. പാവം ഭാനു ക്യാമ്പിന് പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ ടെൻഷനില്ല. എന്തായാലും ഒരു കാര്യത്തിൽ ഇവിടെയുള്ള എല്ലാവരും ഞാൻ സമ്മതിച്ചു. ആരുടെ മുഖമൊന്ന് വാടിയാലും അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അതെ സൂര്യ, അത്ര കരുതലോടെയാ ഭാവന ഓരോരുത്തരെയും ചിറകിന്റെ അടിയിൽ കൊണ്ടു നടന്നത്. അത് പെൺകുട്ടികളും കൂടി ആവുമ്പോ പിന്നെ ശ്രദ്ധിക്കണ്ടേ? വേണം അയച്ചേ. ചിലതൊക്കെ നിങ്ങളെ കണ്ടു വേണം പഠിക്കാൻ. ഞാനേ ഭാവനയെ നോക്കട്ടെ. ശരി. താനെന്താ പതിവില്ലാതെ ഇവിടെ നിന്നിരിക്കുന്ന? മായേച്ചി പറഞ്ഞു താൻ പുറത്തിറങ്ങുന്ന കണ്ടെന്ന്. ഞാൻ ഭാനുവിന്റെ കാര്യം ആലോചിച്ചിരിക്കുകയായിരുന്നു. ഭാനുവിനോട് സംസാരിച്ചു എന്നല്ലേ? സംസാരിച്ചു. സംഗതി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയാ. അവൾക്ക് അവനോട് മാനസികമായിട്ട് അടുപ്പമുണ്ട്. അല്ലാതെ പിന്നെ അവനോടൊപ്പം പോവോ ഭാനു? ജയേഷ നല്ല പയ്യനാണെന്ന് അവള് പറയുന്നത്. ഈ പ്രായത്തിൽ എല്ലാവരെയും നല്ലതായിട്ട് തോന്നുള്ളൂ എന്ന് ഞാനും പറഞ്ഞു. എന്താ അവളുടെ അഭിപ്രായം? ഇങ്ങനെ തന്നെ തുടരാനാണോ ഉദ്ദേശം താൻ ചോദിച്ചോ? അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാ സംഭവിച്ചെന്നാ പറയുന്നത്. കൂടെ ഉണ്ടായിരുന്ന ആരോ ആണ് പണി കൊടുത്തതെന്നും പറഞ്ഞു. എന്നിട്ട് ഭാനുവിന് മാത്രമല്ല ഇങ്ങനെ സംഭവിച്ചുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചില്ലേ? അവൾക്കൊന്നും ഓർമ്മയില്ല സൂര്യ. ജ്യൂസ് കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് അവള് പറഞ്ഞേ. അമ്മ ഈ വിവരം അറിഞ്ഞാലുള്ള അവസ്ഥയാ ഞാൻ ആലോചിക്കുന്നത്. ഭാമ അങ്ങനെ പോയി, ഭരത് വേറൊരു രീതിയിൽ പോയി. അപ്പൊ നമ്മളോ? നമ്മൾ ഇങ്ങനെയായിരുന്നോ സൂര്യ? നമ്മുടെ സൗഹൃദം എന്തായിരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാലോ. എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കില്ല ഭാവന. ഭാവനയാവാനും സൂര്യയാവാനും അവർക്കൊന്നും ഈ ജന്മം പറ്റില്ല. സൂര്യ, ഞാൻ അവളോട് ക്യാമ്പിന് പോയി നീ എന്തിനാ റിസോർട്ടിലേക്ക് പോയെന്ന് ചോദിച്ചപ്പോ പോകുന്ന വഴി ആയതുകൊണ്ട് കൂട്ടുകാരോ നിർബന്ധിച്ചുകൊണ്ട് അങ്ങോട്ട് പോയെന്നാ പറഞ്ഞത്.